എനിവേ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഇതിൽ ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാവുക രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് വൺ മൈ ഓൺ സ്റ്റുഡൻസ് ഫ്രം സിദ്ദീഖിയ. സെക്കൻഡ് വൺ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായി ജോയിൻ ചെയ്ത കുട്ടികൾ. സോ രണ്ടിലും ഏകദേശം ഒരു 55ന്റെ അടുത്ത ആളുകളാണ് ഏകദേശം ഉള്ളത്. അപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ മുന്നിലുള്ളത് വലിയൊരു ടാസ്ക് ആണ്. യു ആർ ടേക്കിംഗ് എ ബിഗ് ടാസ്ക്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അടുത്ത ബാച്ചുകളൊന്നും ഇത്ര ഒരു റഷ് സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. സോ എനിവേ യു ഹാവ് ടു attend the exam and CATET and UP internship. അപ്പൊ ഇതില് നമ്മൾ കഴിഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ മീറ്റിംഗിൽ പറഞ്ഞു വെച്ച പോലെ മൂന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതില് ഫസ്റ്റ് നിങ്ങൾ UP ഇന്റേൺഷിപ്പ് തുടങ്ങി. അപ്പം നമ്മൾ അതിനുവേണ്ടി ഇന്റേൺഷിപ്പ് അസിസ്റ്റൻസ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഹെൽപ്പ് ആകുമെന്ന് വിശ്വസിക്കണം. അതൊരു നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമാണ്. ഓക്കെ, അത് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയാണ് ആക്ച്വലി ബൈ ദ ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ ആൻഡ് യുവർ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് യുവർ സെൽഫ്. ഒരുപാട് അസസ്മെന്റുകൾ നിങ്ങളെ നേരെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. രണ്ട് കേട്ടറ്റ് ആണ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടറ്റും കൂടി കിട്ടുന്ന മുറക്ക് മാത്രമാണ് നമുക്കൊരു ഡെയിലി വേജ് അല്ലെങ്കിൽ ഒരു പെർമനന്റ് പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ തേർഡ് വൺ എക്സാമിനേഷൻ ആണ്. എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രൈം അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റും നമുക്ക് എക്സാമിനേഷൻ ആണ്. കാരണം നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ്. അപ്പൊ ഇതില് ഇന്റേൺഷിപ്പിന് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, അത് നിങ്ങളൊരു മിനിമത്തിലോ അല്ലെങ്കിൽ ഒരു ആവറേജിലോ ഒക്കെ ചെയ്ത് പോയാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കടക്കാൻ പറ്റും. അവിടെ സ്കൂളിലും അധികം വെറുപ്പിക്കാതെ, അതുപോലെ തന്നെ അധ്യാപകർക്ക് വേണ്ട ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ആവറേജ് TLMകളൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ട് കേട്ടറ്റ് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ദർ. അപ്പം നിങ്ങൾ ഈ എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രീ ആകുന്നതോടുകൂടി അടുത്തൊരു അവസരം വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമാണ്. എക്സാമിനെ സംബന്ധിച്ച് DLEDന്റെ ഈ ഒരു തേർഡ് സെം ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒഴിയാബാധയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ആവറേജ് ഇംഗ്ലീഷിൽ ഒരു ആവറേജ് ആണ്, ഒരു എബോവ് ആവറേജ് ആണ്, അത്തരം ആളുകൾക്ക് ഒരു വലിയ ഒരു റിസ്ക് ഇതിലെടുക്കേണ്ടി വരില്ല. എന്നാൽ ഒരു ബിലോ ആവറേജ് ആണ് ഞാൻ ലാംഗ്വേജിൽ എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ യു മസ്റ്റ് ഫോക്കസ് ഓൺ ദ എക്സാമിനേഷൻ. അതിനു വേണ്ട നിങ്ങൾക്കുള്ള ഹെൽപ്പുകൾ നിർബന്ധമായും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എക്സാമിൽ ഒരിക്കലും നിങ്ങൾ നിസാരമായി കളയരുത് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഐ ഹാവ് ഷെയർഡ്. അത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ദാറ്റ് മീൻസ് മൈക്രോ പ്ലാനുകൾ നമുക്ക് പിന്നാലെ വരും. എന്റെ വോയിസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. കാരണം DLEDനെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിൽ എത്ര മാർക്ക് എന്നതിനൊക്കെ അപ്പുറത്ത് അത് കോഴ്സ് കഴിയുക എന്നുള്ളതാണ്, ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു A+ഉം Aയും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ റിസൾട്ട് വരുമ്പോൾ എത്ര ഫുൾ A+, എത്ര A+ എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷൻസ് നമ്മൾ നടത്താറുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. ഇനി ഒരു ലാസ്റ്റ് ചാൻസിൽ എല്ലാം കൂടി എന്തൊക്കെ ചെയ്യാം എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം 3 സെമസ്റ്ററുകൾ, 12 യൂണിറ്റുകൾ, ഇൻക്ലൂഡിങ് ഓൾ തിയറീസ്, ലാംഗ്വേജ്, ദാറ്റ് മീൻസ് ഗ്രാമർ ആൻഡ് അതർ മെത്തേഡ്, അപ്രോച്ച്, സ്ട്രാറ്റജി തുടങ്ങി ഫോണറ്റിക്സ് തുടങ്ങി കുറെ മേഖലകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കവർ ചെയ്യാനുണ്ട്.
അപ്പം ഒരു പക്ഷേ കുറച്ച് സമയം കൊണ്ട് എല്ലാം കൂടി എത്തുമോ എന്നുള്ള ചോദ്യം ഒരു വലിയ പ്രസക്തമായ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ കുറച്ച് ഡെയിലി നിങ്ങൾ ഒരു 20 മിനിറ്റ് ടു 30 മിനിറ്റ് എനിക്ക് തരികയാണെങ്കിൽ you will be very confident to go to the examination hall and attend the examination. ഞാൻ ഉറപ്പ് പറയണു, നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിനേഷൻ ഹാളിലേക്ക് കോൺഫിഡന്റ് ആയിട്ട് പോകും. എന്തിനു പോകുന്ന അറിയോ? ഒരു A അല്ലെങ്കിൽ A+ കിട്ടാൻ വേണ്ടി പോകും. അപ്പം നമ്മൾ ആ ഒരു ക്ലാസ്സസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. നിങ്ങൾ എങ്ങനെ അതിനെ ഒരു ആവറേജ് ഒരാൾ എങ്ങനെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് ഉള്ള ഒരാളെ എങ്ങനെ മീറ്റ് ചെയ്യണം. എനിക്ക് 2 തരം കാറ്റഗറി മാത്രമേ ഈ എക്സാമിനുള്ളൂ. അത്തരം ആളുകൾ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ. ഫസ്റ്റ് വൺ ആവറേജ് ആൻഡ് എബവ് ആവറേജ് സ്റ്റുഡൻസ് ആണ്. ദേ ഷുഡ് ഗെറ്റ് A+ ഇൻ ഇംഗ്ലീഷ്. അവർക്ക് നിർബന്ധമായിട്ടും A+ കിട്ടണം. ദെൻ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ്, അഥവാ ഇംഗ്ലീഷ് അത്യാവശ്യം ടഫാണ്, എനിക്ക് പഠിച്ചാൽ എത്താൻ ബുദ്ധിമുട്ടാണെന്നുള്ള ആളുകൾ അവർ പാസ്സായി പോകണം. ഒരു C+ഓ അല്ലെങ്കിൽ B+ഓ B+ഓ ഒക്കെ അവർക്ക് കിട്ടണം. സോ ഈ 2 പേരെയും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും വോയിസുകൾ വളരെ ഷോർട്ട് ആക്കിയിട്ട് അതിന്റെ കൂടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് കൂടി നമ്മൾ ഗ്രൂപ്പ് വഴി പ്രൊവൈഡ് ചെയ്യും. ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ക്ലാസ് വിട്ടാല്, അഥവാ അപ്പൊ നാളെ 3rd സെമ്മിന്റെ ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്യും. സോ അത് നാളെ തന്നെ പഠിച്ചിരിക്കണം. മറ്റന്നാളത്തേക്ക് അത് മാറ്റി വെക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഇന്നുള്ള ക്ലാസ്സിനെ നാളത്തേക്ക് മാറ്റി വെക്കരുത്. ആ ഒരു ഉറച്ച ഒരു തീരുമാനം ദാറ്റ് ഷാൽ ബി ടേക്കൺ. അത് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. എനിക്കറിയാം ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്, കേട്ടിട്ടുണ്ടാകാം, എല്ലാം ഉണ്ട്. ഇതിനൊക്കെ കൂടി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്നുള്ള നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനാണെങ്കിലും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്കാണെങ്കിലും 2 പേർക്ക് ഒരുപോലെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. സോ ഇതിന്റെ കൂടെ തന്നെ പോരുക എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. സോ നമ്മൾ ഈ ഒരു വീക്കിൽ, ഈ ഒരു ആഴ്ച കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3rd സെമസ്റ്റർ ആണ്. 3rd സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് 60% ഓഫ് മാർക്സ് ഫ്രം 3rd സെമസ്റ്റർ. ആ 3rd സെമ്മിന്റെ കൂടെ 2nd സെമസ്റ്ററിന്റെ 3rd 4th യൂണിറ്റും കൂടി പരിഗണിക്കുമ്പോൾ ഒരു 60% മാർക്കുകൾ വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് പാർട്ട്. അപ്പൊ 3rd സെമ്മിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഏറ്റവും സിമ്പിളായി പഠിക്കാൻ പറ്റുകയും ചെയ്യും, ഒരുപാട് മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പം 3rd സെമ്മിന്റെ ഭാഗമാണ് നിങ്ങളുടെ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസ്, ഇന്റേൺഷിപ്പ് ഒക്കെ. അപ്പൊ ആ ഇന്റേൺഷിപ്പിലുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി അറിഞ്ഞു തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കാം. ഇപ്പൊ TM ആണെങ്കിൽ TM ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും TM നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ അതെങ്ങനെ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കുക എന്നൊക്കെയുള്ള ക്ലാസ്സസ് നമ്മൾ ആ ഒരു മൈക്രോ ടീച്ചിങ്ങിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്. ദെൻ അവിടെയുള്ള റിഫ്ലക്ഷൻ നോട്ട് ആണെങ്കിലും, അതല്ലെങ്കിൽ പിയർ ടീച്ചിങ് ആണെങ്കിലും, അതല്ലെങ്കിൽ സ്കൂൾ ആസ് എ റിസോഴ്സ്, അത്ര നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ അതൊക്കെ പറഞ്ഞുതരാം. സോ എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതിന്റെ ഒക്കെ അപ്ലിക്കേഷൻ ലെവൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ ഇങ്ങനെ 3rd സെമ്മിലുള്ള കോണ്ടന്റുകൾ അഥവാ 3 യൂണിറ്റിൽ എന്തെല്ലാം പറയുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് തരും. ദെൻ അതിൽ ഓരോരോ ടോപ്പിക്കിന്റെയും ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ തലേദിവസം രാത്രിയോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയോ നിങ്ങൾക്ക് അയച്ചിരും. സോ അത് കേൾക്കുക, അതിന് നോട്ട്സ് ഉണ്ടാകും, അത് നോക്കുക, എന്നിട്ട് അത് പഠിക്കുക. റൈറ്റ്. സോ യു ക്യാൻ മേക്ക് യുവർ ഓൺ ഷോർട്ട് നോട്ട് വൈൽ ലിസണിങ് ദ ക്ലാസ്സസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം, അത് നിങ്ങൾക്ക് ആ സമയത്ത് റെഫർ ചെയ്യാം. ആൻഡ് യു ക്യാൻ ആസ്ക് എനി ഡൗട്ട്സ്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അപ്പോൾ എൻ്റെ വാട്സപ്പ് എടുക്കുക, അതിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് ചെയ്യുക. ഏത് സമയത്താണെങ്കിലും ഡൗട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ ചാറ്റ് എടുക്കുക, നേരെ വോയിസ് ചെയ്യുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. അതിന് ആൻസർ കിട്ടിയിരിക്കും. റൈറ്റ്. 24 hours ആണ് സമയം എനിക്ക് തരേണ്ടത്. ആ 24 hours നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിയിരിക്കും. പരമാവധി ഞാൻ അപ്പൊ വരുന്ന മെസ്സേജുകൾ വേഗം ക്ലിയർ ചെയ്യും. ഏതായാലും നിങ്ങൾ ഇപ്പൊ ക്രാഷ് കോഴ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ തന്ന പൈസ അല്ലെങ്കിൽ അവരുടെ വാല്യൂ, അവരുടെ എക്സ്പെക്ടേഷൻ, അത് മീറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള ഉറപ്പ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ തരികയാണ്. സോ ഡൗട്ട് വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ വാട്സപ്പ് ചെയ്യുക, ആ സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കും. റൈറ്റ്. ദെൻ ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യുക, അത് വായിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരെ ഈ ഒരു 3rd സെമസ്റ്ററിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. പിന്നെ ലൈവ് ക്ലാസ്സുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് വന്ന് ഇരിക്കാൻ നേരമില്ല എന്നുള്ളതാണ്. റെക്കോർഡ് സാധനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവിടുന്ന് റെഫർ ചെയ്യാം, അവിടുന്ന് കേൾക്കാം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ബസ്സിൽ പോരുമ്പോൾ കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് കിടക്കുമ്പോൾ വേണമെങ്കിൽ കേൾക്കാം. അപ്പൊ ഒരു ഹെഡ്സെറ്റ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ക്ലാസ് കേൾക്കാൻ പറ്റും.
റൈറ്റ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ PPT-യിലേക്ക് പോവാണ്. ഒരിക്കല് നമ്മുടെ എൻ്റെ ഒരു സ്റ്റുഡന്റ്, മൈ ഓൺ സ്റ്റുഡന്റ്, അവള് മെഡിക്കൽ കോളേജിൽ അവളുടെ മദറിനായിട്ട് അഡ്മിറ്റ് ആയിപ്പോയി. കറക്റ്റ് എക്സാം സമയത്ത് അവൾ ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് നമ്മൾ ഫുള്ള് വോയിസുകൾ കൊടുത്തു. അവൾ ആ ഫുൾ വോയിസ് മാത്രം കേട്ടിട്ട് ആണ് തോന്നുന്നത് അവൾക്ക് ഗ്രേഡ് കിട്ടിയത്. അപ്പം പിന്നീട് അവൾ അതിന്റെ വലിയൊരു നന്ദിയൊക്കെ അറിയിക്കുകയുണ്ടായി. അവൾ പറഞ്ഞു വെച്ചാൽ ഞാൻ ആ വോയിസ് മാത്രമേ കേട്ടുള്ളൂ, എൻ്റെ അടുത്ത് നോട്ട്സ് ഇല്ല, എന്റെ ബുക്കില്ല, ഒന്നും കേട്ടില്ല, വോയിസ് മാത്രം കേട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത് എന്നാണ് പറഞ്ഞത്. സോ അത്തരത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ പാസീവ് ടൈമിനെ, ആക്റ്റീവ് ടൈം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത് ജോലി ചെയ്യണതാണ്. പാസീവ് ടൈം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ, അല്ലെങ്കിൽ 1 മണിക്കൂർ കോളേജിൽ പോകണം, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പീരീഡ് ഫ്രീ ഉണ്ട്. അപ്പൊ ആ ഒരു പീരീഡ് ഫ്രീ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് അപ്പം മാറ്റി വെക്കാം, ഒരു 2 ടോപ്പിക് പഠിക്കാം, പിന്നെ സ്കൂൾ വിട്ടിട്ട് അവിടെ തന്നെ ഇരുന്നൊരു 15 മിനിറ്റ് പഠിച്ചിട്ട് അവിടെ നിന്ന് പോരാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഷുഡ് മേക്ക് യുവർ ഓൺ പ്ലാൻ ടു സ്റ്റഡി, റൈറ്റ്. ഇരിക്കുന്ന സമയം കൃത്യമായി ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അതിന്റെ എന്തെങ്കിലും പഠിച്ചതിന്റെ ഷോർട്ട് നോട്ട് എന്തെങ്കിലും ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ, ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് ടിക്ക് ഇടാനും അല്ലെങ്കിൽ അതിനെ മാർക്ക് ചെയ്യാനൊക്കെ നമ്മൾ പറയും. ആ സമയത്ത് നിങ്ങൾ ഗ്രൂപ്പ് ശ്രദ്ധിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഓരോരോ യൂണിറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് പോവാണ്. ഈ ഒരു സെഷൻ ഒരിക്കലും യൂണിറ്റ് പഠിപ്പിക്കാനുള്ളതല്ല, അത് ഒരുപാട് സമയം വേണ്ട സാധനമാണ്. അത് നമ്മൾ ക്ലാസ്സുകളായിട്ട് തരും. ഇവിടെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, റൈറ്റ്. അപ്പൊ ഇതിലെ ഫസ്റ്റ് യൂണിറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പൊ അത് വരും. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീന് ഷെയർ ചെയ്ത് കാണാൻ പറ്റുന്നു വിശ്വസിക്കുകയാണ്. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ലേ? വെൽക്കം കാണുന്നില്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ, വോയിസ് ആക്കിയിട്ട്. കാണാം സാർ. ഓക്കെ, പിന്നെ ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ആണ്, എൻ്റെ മുന്നിൽ വെറും സ്ക്രീന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം, റൈറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ തേർഡ് സെമ്മിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവുക ഫസ്റ്റ് യൂണിറ്റ് ടീച്ചിങ് കോമ്പിറ്റൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതാണ്. അതിൽ യൂണിറ്റ് 1 ഇംഗ്ലീഷ് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ ആണ്. അതിലെ ലേണിംഗ് ഔട്ട്കംസിലേക്ക് ഒന്നും പോകുന്നില്ല. ഫസ്റ്റ് ടീച്ചർ ടോക്ക് ആണ്. ഈ ടീച്ചർ ടോക്ക് എന്നുള്ള ടോപ്പിക് നമുക്കറിയാം, ടീച്ചർ ക്ലാസ്സിലോ ക്ലാസ്സിന് പുറത്തോ സംസാരിക്കുന്നതൊക്കെ ടീച്ചർ ടോക്ക് ആണ്. ടീച്ചർ ടോക്ക് പഠിക്കുമ്പോൾ എന്താണ് ടീച്ചർ ടോക്ക്, ഒരു ഡെഫിനിഷൻ നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അതിന്റെ പർപ്പസുകൾ അറിഞ്ഞിരിക്കണം. അഥവാ ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ടീച്ചർ ടോക്ക് പഠിക്കാനാല് ഒരു അധ്യാപകൻ സ്കൂളിൽ പോയിട്ട് എന്തിനൊക്കെ സംസാരിക്കുന്നുണ്ടാകും ചിന്തിച്ചാൽ മതി. അപ്പൊ അധ്യാപകൻ ചോദിക്കേണ്ടി വരും, ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും, ഒരാളോട് സംസാരിക്കേണ്ടി വരും, റാപ്പ് ബിൽഡ് ചെയ്യേണ്ടി വരും, ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിക്കണേ, ഇപ്പൊ നിങ്ങൾ ടീച്ചർമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, നമ്മൾ സ്കൂളിൽ പോയിട്ട് എന്തിനൊക്കെയാണ് വായ തുറന്നത്, അതാണ് പർപ്പസ് ഓഫ് ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് ആ ഒരു മേഖലയിൽ മാത്രം ചിന്തിച്ചാൽ മതി. ദെൻ അതിന്റെ ഫീച്ചേഴ്സ്, അഥവാ ഞാൻ സ്കൂളിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ എന്റെ സംസാരത്തിന് പ്രത്യേകത വേണം, അത് കുട്ടികൾ കേൾക്കണം, അവർക്ക് അത് ഇഷ്ടം തോന്നണം, തെറ്റുണ്ടാവരുത്, സൗണ്ട് ഉണ്ടാവണം, അത് കറക്റ്റ് ആവണം, പിന്നെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവണം, അഥവാ ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അപ്പം ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജസ്റ്റ് പാസ് മാർക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പർപ്പസ് പഠിക്കുമ്പോൾ ഇതിന്റെ 5 പർപ്പസാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത്. അപ്പോൾ A+ ആണെങ്കിൽ നിങ്ങൾ ഇതിന്റെ 8 പർപ്പസ് എങ്കിലും പഠിക്കണം. ജസ്റ്റ് പാസ് ആവാനാണെങ്കിൽ 4 പഠിച്ചാലും മതി, റൈറ്റ്. ഇനി ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോൾ ഇതിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പാസ് ആവാനാണെങ്കിൽ 5 ഫീച്ചർ നിർബന്ധം പഠിച്ചു വെക്കുക. ദെൻ A+ ആണോ ഇതിന്റെ 10 ഫീച്ചറെങ്കിലും പഠിച്ചു വെക്കുക. ആ 10 ഫീച്ചറും എഴുതാൻ നമുക്ക് കിട്ടുന്ന കോലത്തിൽ പഠിച്ചു വെക്കുക. ദെൻ പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചർ ആണ്, അഥവാ സംസാരം മാത്രമല്ലല്ലോ, അതിന് കൂടെ നമുക്ക് ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ജസ്റ്റേഴ്സും ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ പാരാലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു ബോഡി ലാംഗ്വേജ്, ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷന്. ഭാഷ കൊണ്ടല്ലാതെ വേറെ എന്തൊക്കെ നമുക്ക് സംസാരത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും നമ്മുടെ ടോണും നമ്മുടെ പിച്ചും സ്ട്രെസ്സും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതാണ് പാരാലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കാൻ വേഗമുണ്ട്. ഭാഷ ഇല്ലാത്ത വേറെ എന്തൊക്കെ, അതിന് പാര വെക്കണ വേറെ എന്തൊക്കെ എന്നൊക്കെ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കാം. അപ്പൊ ഇതിന് കൊടുത്തിട്ടുണ്ട് വോളിയം, പേസ്, ഇൻറ്റോണേഷൻ, ടോണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 8-10 പോയിന്റ്സ് ഉണ്ട്. A+ ആണോ ഈ ഒരു 10 പോയിന്റ് പഠിക്കാം,
ജസ്റ്റ് പാസ്സായാൽ മതിയോ, ഒരു 4 അല്ലെങ്കിൽ 5 പഠിക്കാം. വോളിയം, സ്പീഡ്, പ്രൊനൗൺസിയേഷൻ, പോസ് അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ, ഇങ്ങനെ ഒരു 4-5 മാത്രം പഠിക്കുക. സിമ്പിൾ ആയിട്ട് മാത്രം പഠിക്കുക. നിങ്ങൾക്ക് അറിയേണ്ടത് മാത്രം പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലിപ്പോ ഇൻറ്റോണേഷൻ എന്താണെന്ന് അറിയില്ല, പഠിക്കണ്ട. പ്രൊനൗൺസിയേഷൻ എല്ലാവർക്കും അറിയും. ആർട്ടിക്കുലേഷൻ എന്താ അറിയില്ല, പഠിക്കണ്ട. പേസ് അല്ലെങ്കിൽ സ്പീഡ് എല്ലാവർക്കും അറിയണ്ടാവും. വോളിയം എല്ലാവർക്കും അറിയണ്ടാവും. അങ്ങനെ ഏറ്റവും സിമ്പിളായ 5 പഠിച്ചു വെക്കുക. പാസ്സായാൽ മതി മാത്രമേ ഉള്ളൂ അല്ലേ. അല്ലാത്തവരും എന്ത് ചെയ്യണം, ഈ ടേംസ് നിർബന്ധം പഠിക്കണം. ഇൻറ്റോണേഷൻ, ആർട്ടിക്കുലേഷൻ, പോസ്, പങ്ക്ച്വേഷൻ മാർക്ക്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ദെൻ ഇവിടെ ടോപ്പിക് സ്ട്രാറ്റജീസ് ഫോർ ബെറ്റർ ടീച്ചർ ടോക്ക്, അഥവാ എന്തൊക്കെ നമുക്ക് ഒരു നല്ല ടീച്ചർ ടോക്ക് ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യാം. അഥവാ ചുരുക്കി പറഞ്ഞാല് നല്ല കോലത്തില് കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ്സിൽ സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം നിങ്ങൾ ആലോചിക്കണേ. നമുക്ക് കോൺഫിഡൻസ് വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നല്ല ഭാഷ വേണം, തെറ്റില്ലാതെ സംസാരിക്കാൻ കഴിയണം, നമുക്ക് പിന്നെ കൂടുതൽ നേരം അതിന് ടീച്ചർ ടോക്ക് നടത്താനുള്ള പ്രാക്ടീസസ് വേണം. അങ്ങനെയുള്ള സാധാരണ പോലെ തന്നെ ഒരു സദസ്സിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാൻ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് അതിന് വേണ്ട ഭാഷ വേണം, കോൺഫിഡൻസ് വേണം, ഫ്ലുവൻസി വേണം, സൗണ്ട് വേണം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അത്രേ ഉള്ളൂ സ്ട്രാറ്റജീസ് ഫോർ ബെറ്റർ ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പഠിക്കുക. ആ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് A+ വാങ്ങാൻ പറ്റും. റൈറ്റ്. പിന്നെ എന്തിനാണ് നമ്മൾ ടീച്ചർ ടോക്ക് എന്ന സംഭവം ഒരാൾ മൈക്ക് മ്യൂട്ടാക്കിയിട്ടില്ല, അതിലേക്ക് മ്യൂട്ട് ചെയ്യാൻ കഴിയുമോ ആള്? അതിലേക്ക് മ്യൂട്ട് ചെയ്യാൻ കഴിയുമോ? എന്തൊക്കെ ഞാൻ ആ വോയിസ് മ്യൂട്ട് ചെയ്യട്ടെ. ചെയ്തിട്ടുണ്ട് സർ. ചെയ്തിട്ടുണ്ടോ? ഓക്കെ റൈറ്റ്. ഇനി അധികം പ്രസന്റേഷനിലേക്ക് പോകണം, അതാണ് പ്രശ്നം. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നീഡ് ഓഫ് എറർ ഫ്രീ ടീച്ചർ ടോക്ക് നമ്മൾ പറഞ്ഞു വെച്ചേ, നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്തിനാണ് ഒരു ടീച്ചർ തെറ്റില്ലാതെ സംസാരിക്കേണ്ടത്? എന്തിനാ കുട്ടികൾ ആ തെറ്റ് കണ്ട് പഠിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അതുപോലെ തന്നെ അത് കുട്ടികൾ ടീച്ചർ സ്റ്റാൻഡേർഡിനെ ബാധിച്ചേക്കാം, അതുപോലെ തന്നെ നമ്മുടെ പർപ്പസിനെ ബാധിച്ചേക്കാം, അവരുടെ കുട്ടികളുടെ ഇംഗ്ലീഷിനെ ബാധിച്ചേക്കാം. അങ്ങനെ നമ്മൾ കോമൺ സെൻസ് ചിന്തിച്ചോണി എന്തിനാ ടീച്ചർ തെറ്റില്ലാതെ സംസാരിക്കണേ. അല്ലെങ്കിൽ തെറ്റുള്ള ടീച്ചർ സംസാരിക്കുന്ന ആലോചിച്ച് നോക്കണേ, അവർക്ക് ടീച്ചർക്ക് വാല്യൂ ഉണ്ടാവില്ല, കുട്ടികൾ തെറ്റ് പഠിക്കാൻ സാധ്യതയുണ്ട്, മറ്റുള്ള ടീച്ചേഴ്സിന്റെ പാരന്റ്സ് കുറ്റം പറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കംപ്ലൈന്റ് പറയാൻ സാധ്യതയുണ്ട്, പ്രിൻസിപ്പളിലേക്ക് പണിഷ്മെന്റ് ഇടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതന്നെയാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തൊട്ടിട്ടില്ലെങ്കിലും ഈ PPT നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ജസ്റ്റ് കോമൺ സെൻസ് വെച്ചിട്ട് പഠിക്കാനുള്ള ഒരു യൂണിറ്റ് മാത്രമാണ് ടീച്ചർ ടോക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്രൂപ്പിൽ, നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകൾ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിൽ അത്രയേ ഉള്ളൂ. പിന്നെ ഒന്നിച്ച് കേൾക്കുമ്പോൾ വളരെ സിമ്പിളേ ഉള്ളൂ, നമുക്ക് പഠിച്ചെടുക്കാനുള്ള സംഭവങ്ങളേ ഉള്ളൂ. റൈറ്റ്. ഇനി നമ്മൾ യൂണിറ്റ് 2 എന്തൊക്കെ പറയണേ, ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് സെക്കൻഡ്. PPT കാണുന്നുണ്ടോ? വെൽക്കം കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം യൂണിറ്റ് 2 എന്താണ്? അസസ്മെന്റ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് ആണ്. അഥവാ എന്താണ് അസസ്മെന്റ്? ഡിഫറെന്റ് അസസ്മെന്റുകളാണ്. ഈ യൂണിറ്റ് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഈ അസസ്മെന്റുകളുടെ പേര് പഠിക്കണം. ഓക്കെ. അഥവാ സെൽഫ് അസസ്മെന്റ്, പിയർ അസസ്മെന്റ്, പോർട്ട്ഫോളിയോ അസസ്മെന്റ്, ടേം അസസ്മെന്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെന്റ്, ഇതിൽ ബാക്കി വരുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഇതൊന്നുമല്ല. ഓക്കെ. ഇതുണ്ടോ? പോർട്ട്ഫോളിയോ അസസ്മെന്റ്, ഓൺലൈൻ അസസ്മെന്റ്, ടേം അസസ്മെന്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെന്റ്. ഈ ഒരു 4 അസസ്മെന്റിനെ കുറിച്ച് ഇതിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട സെൽഫ് അസസ്മെന്റ്, പിയർ അസസ്മെന്റ്, ടീച്ചർ അസസ്മെന്റ്, ഇങ്ങനെ ഒരു 7 ടൈപ്പോളം അസസ്മെന്റുകളുണ്ട്. സോ ഈ അസസ്മെന്റുകൾ ആദ്യം പഠിക്കുകയാണ് ചെയ്യുക. അതിന്റെ കൂടെ അതെന്താണെന്ന് മനസ്സിലാക്കുക. റൈറ്റ്. ഫസ്റ്റ് ചെയ്യേണ്ട പണി ഇതാണ്.
രണ്ടാമത്തെ യൂണിറ്റ് അസസ്മെന്റ് എന്നുള്ള യൂണിറ്റ് ആണ്. സോ അതിന് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, കാരണം ഇതൊരു പാരഗ്രാഫ് ആയിട്ടോ വേണമെങ്കിൽ എസ് ആയിട്ട് വരെ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. നിർബന്ധമായിട്ടും അസസ്മെന്റ് എന്ന് ചോദിക്കാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ കടന്നു പോകില്ല. റൈറ്റ്. അപ്പം ഇതില് സെൽഫ് അസസ്മെന്റ്, പിയർ അസസ്മെന്റ്, പോർട്ട്ഫോളിയോ, ടേമിന്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ്, ഇങ്ങനെയുള്ള ഈ ഒരു പ്രധാനപ്പെട്ട അസസ്മെന്റ് ടൈപ്സ് നിർബന്ധമായിട്ടും പഠിക്കാം. ദെൻ നമ്മളിങ്ങനെ പോകുമ്പോൾ പർപ്പസ് ഓഫ് അസസ്മെന്റ് ആണ്. എന്തിനാണ് അപ്പൊ നമ്മൾ ഈ അസസ്മെന്റ് എന്ന് പറഞ്ഞ സാധനത്തെ ആദ്യം പരിചയപ്പെടണം. അപ്പൊ അസസ്മെന്റിന് എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, നമ്മൾ സമ്മേറ്റീവും ഫോർമേറ്റീവും അങ്ങനെ പല ടൈപ്സ് വരാനുണ്ട്. ഓക്കെ. ഇപ്പൊ കോമൺ ആയിട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ക്ലാസ് പരീക്ഷ, രണ്ട് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, മൂന്ന് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നത്, നാല് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രസന്റേഷൻ, അങ്ങനെ ക്ലാസ് റൂമിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അഞ്ച് സെമസ്റ്റർ എൻഡ് പരീക്ഷ. ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിൽ വരണം. അസസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്, യൂണിറ്റ് ടെസ്റ്റ്, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ടീച്ചർ വർക്ക് തരുന്നത്, ടീച്ചർ ഗ്രൂപ്പ് ആക്കുന്നത്, ഒറ്റക്ക് ഇൻഡിവിജ്വൽ പ്രസന്റേഷൻസ് തരുന്നത്, ഇതൊക്കെ അസസ്മെന്റ് ആണ് എന്നുള്ള ഒരു ബോധം ആദ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കൽ ഭയങ്കര സിമ്പിൾ ആണ്. റൈറ്റ്. അപ്പൊ അതിന്റെ പർപ്പസ്, പ്രിൻസിപ്പിൾ, സിഗ്നിഫിക്കൻസ് ഇങ്ങനെ പലതരത്തിൽ ചോദിക്കാം. ഒരു പ്രാവശ്യം പർപ്പസ് ചോദിക്കുകയാണെങ്കിൽ വേറെ പ്രാവശ്യം പ്രിൻസിപ്പിൾ ചോദിക്കുകയാണ്, വേറെ പ്രാവശ്യം സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണ്. എന്ത് ചോദിക്കുകയാണെങ്കിലും പഠിക്കാനുള്ളത് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു 4-5 പോയിന്റ് അല്ലെങ്കിൽ 5-8 പോയിന്റ് ആണ്. അത് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനാ? അപ്പൊ നമ്മളെ ഇതിന് ആൻസർ എടുത്ത് എങ്ങനെ അറിയോ? അപ്പൊ നമ്മളിപ്പോ കോമൺ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരം കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് ഇപ്പൊ ക്ലാസ് ടെസ്റ്റ് മാത്രം എടുക്കുക. എന്തിനാണ് ക്ലാസ് ടെസ്റ്റ് നടത്തുന്നത്? ഒരു കുട്ടിക്ക് എന്ത് പഠിച്ചു, ഇനി എന്ത് പഠിക്കാനുണ്ട് എന്നൊക്കെ അറിയാനായിരിക്കും. ദെൻ ഒരു ഗ്രൂപ്പ് വർക്ക് എന്തിനാ തരുന്നത്? കുട്ടികൾക്ക് പരസ്പരമുള്ള കോപ്പറേഷനും അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും കോപ്പറേഷൻസ് വർദ്ധിപ്പിക്കാനൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു പോയം എഴുതാൻ പറഞ്ഞു ടീച്ചർ, അതെന്തിനാ? അപ്പൊ അവന്റെ ഇമാജിനേഷൻ പവർ വർദ്ധിപ്പിക്കാനാണ്. അല്ലെങ്കിൽ ടീച്ചർ ടാസ്ക് എന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു, അതെന്തിനാ? അവന് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനാണ്. ഇങ്ങനെ ഓരോരോ അസസ്മെന്റുകൾ എന്തിനാന്ന് ചിന്തിച്ചാല് നിങ്ങൾക്ക് 10 അല്ല 20 പോയിന്റ് വേണമെങ്കിൽ കിട്ടും. വെരി സിമ്പിൾ ആണ്. അപ്പോ ഗ്രൂപ്പ് വർക്ക് എന്തിനാ? ടീച്ചർ എന്തിനാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എന്തിനാ ഹോംവർക്ക് തരുന്നത്? എന്തിനാ പിന്നെ പരീക്ഷ നടത്തുന്നത്? ഇങ്ങനെയുള്ള ഓരോന്നിനെ കുറിച്ച് നമുക്കൊരു 2-3 പോയിന്റ് കിട്ടൂലേ? അത് എഴുതിയാൽ മതി. പർപ്പസും പ്രിൻസിപ്പിളും സിഗ്നിഫിക്കൻസിനും ഒക്കെ അത് എഴുതിയാൽ മതി. റൈറ്റ്. ആ പോയിന്റാണ് ഈ ഒരു ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതന്നെ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനും ഉള്ളത്. അപ്പൊ അസസ്മെന്റ് എന്താന്ന് ആദ്യം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ധാരണ മനസ്സിലുണ്ടാവണം. അതിന്റെ ടൈപ്സ് മനസ്സിലുണ്ടാവണം. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചാല് മാത്രം മതി. എന്തൊക്കെ അസസ് ചെയ്യപ്പെടും, അഥവാ ഈ ഓരോ നമ്മൾ എന്തൊക്കെയാണ് അസസ് ചെയ്യുന്നത്? അപ്പൊ അസസ്മെന്റ് നടത്തുന്നത് എന്തിനാ? ഇപ്പൊ ടീച്ചർ എന്തിനാണ് ഇൻഡിവിജ്വൽ വർക്ക് തരുന്നത്? ആ വ്യക്തിക്ക് കഴിവുണ്ടോ, അവന് ഇമാജിനേഷൻ ഉണ്ടോ, അവന് സ്കില്ലുണ്ടോ എന്ന് അറിയാനാ. എന്തിനാ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത്? ഗ്രൂപ്പിൽ പോയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഗ്രൂപ്പിൽ അവർക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗ്രൂപ്പിൽ അവർക്ക് എന്താ പറയാ ഒരു സ്കില്ലുണ്ടോ, കൊളാബറേറ്റീവ് സ്കില്ലുണ്ടോ? അത് കിട്ടാനാണ്. എന്തിനാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അവർക്കൊരു ക്വിക്ക് ഇന്റലിജൻസ് ഉണ്ടോ, അവന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവന്റെ തിങ്കിങ് സ്കിൽ എന്താണ്, ഇതൊക്കെ അറിയാനല്ലേ. സോ ഓരോന്നും നടത്തുന്ന സമയത്ത് എന്തൊക്കെ നമ്മളിൽ നിന്ന് ടീച്ചർ അസസ് ചെയ്യുന്നുണ്ട് എന്ന് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ആ ഒരു സംസാരിക്കുന്ന ആളെ മ്യൂട്ട് ചെയ്യട്ടോ അനില. പിന്നെ ഇതൊക്കെ ടൈപ്സ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് അസസ്മെന്റ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ഓഫ് ലേണിംഗ് ഒക്കെ ഉള്ളത് നമ്മൾ ആ ക്ലാസ് പഠിക്കും. ഇതൊക്കെ വെച്ചാല് ഇപ്പൊ നമ്മൾ വെറും ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ആളുകൾ ഇത് ഇപ്പൊ കുറച്ച് ടഫാണ് തോന്നുന്ന ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോയാലും യാതൊരു പ്രശ്നമില്ല. പക്ഷെ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്. ദെൻ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്താണ്, ഓഫ് ലേണിംഗ് എന്താണ്, ഫോർ ലേണിംഗ് എന്താണ്? അപ്പൊ അതിൽ തന്നെ അതിനൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് അത് ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അസസ്മെന്റ് ഫോർ ലേണിംഗ് ഈസ് ഈക്വൽ ടു ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. രണ്ടിലും 4 ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ കണ്ട് അങ്ങനെ പഠിക്കാം. അപ്പം പണ്ടത്തെ ഒരു സിലബസിൽ ഉണ്ടായിരുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്നായിരുന്നു. നമ്മൾ അതിനെ അസസ്മെന്റ് ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ആസ് ലേണിംഗ് എന്നുള്ളതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. റൈറ്റ്. അതൊക്കെ ഓരോന്നോരോന്നും നമ്മുടെ മൈക്രോ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കും. പിന്നെ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സാമ്പിൾസ് അറിയെങ്കിൽ അത് എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലുണ്ടാവണം. അത് എന്തായാലും എഴുതിയിരിക്കണം. ഡയഗ്രാംസ് ഉണ്ടാവുക, എക്സാമ്പിൾ എഴുതാനുണ്ടാവുക. സോ അത് ദാറ്റ് മസ്റ്റ് ബി റിട്ടൺ. നിർബന്ധമായിട്ടും എക്സാമ്പിൾ നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്.
അപ്പൊ ഓരോ അസസ്മെന്റ് എന്തിനാണ്, ഫോർമേറ്റീവ് എന്തിനാ, സമ്മേറ്റീവ് എന്തിനാ എന്നൊക്കെയാണ് ഈ ഒരു അസസ്മെന്റിന്റെ ഭാഗത്ത് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ്. നമ്മൾ ഏത് ടോപ്പിക് പഠിക്കുകയാണെങ്കിലും അത് എന്താണ്, എന്തിനാണ്, അതിന്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ എന്താണ്, ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ ആൻസർ ഉണ്ടാവണം. ഇപ്പോ നമ്മള് പിന്നെ ടീച്ചർ ടോക്ക് പഠിക്കുകയാണെങ്കിലും എന്താ ടീച്ചർ ടോക്ക്, എന്തിനാ ടീച്ചർ ടോക്ക്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ എന്താ, ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് എപ്പോഴും വാട്ട് ഈസ് ചോദിക്കണം എന്നില്ല. വാട്ട് ഈസ് ദ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ വെൻ വിൽ യു യൂസ് യുവർ ടീച്ചർ ടോക്ക്, എവിടെയൊക്കെ നിങ്ങൾ ടീച്ചർ ടോക്ക് ഉപയോഗിക്കാം, എന്ത് നിങ്ങൾ ടീച്ചർ ടോക്ക് ഉപയോഗിക്കണം, വൈ ഷുഡ് യു കീപ് യുവർ ടീച്ചർ ടോക്ക് എറർ ഫ്രീ, എന്തിന് നിങ്ങൾ ടീച്ചർ ടോക്ക് എറർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, എന്തിനാണ്, ക്ലാസ് റൂം അപ്ലിക്കേഷൻ എന്താണ്, ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ അറിയാന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പോർട്ട്ഫോളിയോ അസസ്മെന്റ് ആണ്. ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണില്ല, അത് നമുക്ക് ക്ലാസ്സുകളിലുണ്ട്. ഓൺലൈൻ അസസ്മെന്റ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ്, ടേം ആൻഡ് അസസ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്, CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെന്റ്, അതിന്റെ ഫീച്ചേഴ്സ്, പിന്നെ അസസ്മെന്റ് ടൂൾസ്, എങ്ങനെയൊക്കെ കുട്ടികളെ നമുക്ക് അസസ് ചെയ്യാം, അതിന്റെ ടൂൾസുകൾ. അപ്പൊ അതിന് അവിടെ ഹോംവർക്ക്, അസൈൻമെന്റ്, പ്രൊജക്ട് വർക്ക്, ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്, ഇങ്ങനെ ഒരു 12 ടൂൾസ് ഉണ്ട്. അപ്പൊ ആകേണ്ട ആളുകൾ ഈ 12 ടൂൾസിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ 10 ടൂൾസിനെ കുറിച്ചെങ്കിലും അറിയണം. ജസ്റ്റ് പാസ്സായ മതിയെങ്കിൽ 4-5 ടൂൾസ് പഠിക്കുക, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. റൈറ്റ്, ദെൻ ഫീഡ്ബാക്ക്, ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഫീഡ്ബാക്ക്. അതിന്റെ പർപ്പസ്, അതെങ്ങനെ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. റൈറ്റ്, ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും പരീക്ഷയ്ക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാണ്ടാവില്ല. അച്ചീവ്മെന്റ് ടെസ്റ്റ് പഠിക്കേണ്ടത് അതിന്റെ ഈ സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക ആദ്യം. അഥവാ പ്ലാനിങ് എ ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്, അതുപോലെ തന്നെ തേർഡ് ഇതിൽ ഫുൾ ഇതിലില്ല. അപ്പൊ അങ്ങനെ ഒരു 6 സ്റ്റെപ്പായിട്ട് തോന്നുന്നു അവർ നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. 6 സ്റ്റെപ്പ് വോയിസിലുണ്ടാവും, ക്ലാസ്സിലുണ്ടാവും കേട്ടോ അത്. സോ ആ സ്റ്റെപ്പുകൾ ആദ്യം പഠിച്ചു വെക്കുക. അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓരോരോ വെയിറ്റേജിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടത്. റൈറ്റ്, അപ്പം ഈ സ്റ്റെപ്പുകളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം പഠിച്ചു വെക്കേണ്ടത്. അത് ഫുൾ ഈ ഒരു PPT ഇല്ല. അത് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാം. റൈറ്റ്, അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വെയിറ്റേജുകൾ, അതിന്റെ സ്റ്റെപ്പുകൾ, ഈ രണ്ടുമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പരീക്ഷയ്ക്ക് ഉണ്ടാവാറില്ല. സോ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. റൈറ്റ്, ഇനി നമ്മൾ അതിന്റെ ഒരു തേർഡ് യൂണിറ്റിലേക്ക് പോകുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാം. കാണുന്നില്ലേ? അഡാപ്റ്റേഷൻ ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക് കാണുന്നുണ്ടോ? യെസ് സർ. ഓക്കെ, ഇതിലുള്ളത് ഫുള്ള് നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ കുട്ടികളെ എങ്ങനെയാണ് ക്ലാസ് റൂമിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, അഡാപ്റ്റേഷൻ ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം ഇതില് കാര്യമായിട്ട് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് ഒന്ന്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ഡിസബിലിറ്റീസ്. അപ്പൊ അതില് പിന്നെ ഒരു തലക്കം തന്നെ ഇങ്ങനെ പറഞ്ഞു തരാം. ഒന്ന് CWSN കെയർ, ദാറ്റ് മീൻസ് ഡിസബിലിറ്റീസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഡിസബിലിറ്റീസിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം. ഇത് പഠിക്കാൻ ഏറ്റവും നല്ലത് പിന്നെ അതിന്റെ ഒന്ന് ലേണിംഗ് ഡിസബിലിറ്റി. ഇത് നിങ്ങൾ മലയാളത്തിലും വേറെ എല്ലാ സബ്ജക്റ്റിലും പഠിച്ചിട്ടുണ്ടാവും. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി പ്രത്യേകം പഠിക്കണം. ഓക്കെ, അതാണ് ഒന്ന്. പിന്നെ ഇവിടെ കണ്ടോ, ഈ എക്സെപ്ഷൻസും അവർക്കുള്ള സ്ട്രാറ്റജീസും, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി വേറൊരു ടാബിൾ ഉണ്ട്, കണ്ടോ? ഈ ഒരു ടാബിള് നിങ്ങൾ പഠിച്ചാൽ ഈ ഒരു യൂണിറ്റ് മാത്രം പഠിക്കുന്നതിന് തുല്യമായിരിക്കും. ഇതിൽ എന്താണ് ഇമ്പയർമെന്റ്, ഇപ്പൊ ഹിയറിംഗ് ഇമ്പയർമെന്റ്, വിഷ്വൽ ഇമ്പയർമെന്റ്, ഫിസിക്കൽ ഇമ്പയർമെന്റ്, മെന്റൽ റിട്ടാർഡേഷൻ, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, മെന്റൽ ഇൽനെസ്, ഇങ്ങനെ വന്നിട്ട് എന്തുണ്ട്, ഈ ഇമ്പയർമെന്റ് ഒക്കെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ കണ്ടീഷൻ 2 കണ്ടീഷൻ വലിയ ഇമ്പോർട്ടൻസ് അല്ല, നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് മൂന്നാമത്തെ ഈ ഒരു കോളാണ്, സ്ട്രാറ്റജീസ് ഫോർ ലാംഗ്വേജ് ടീച്ചിങ്. അഥവാ ഈ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടീച്ചിങ് മാനുവലില് അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് അഡാപ്റ്റ് ചെയ്യുക, അതാണ് ഇതിൽ ഏറ്റവും മെയിൻ. അഥവാ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടിക്ക് നിങ്ങൾ എന്ത് ടീച്ചിങ് സ്ട്രാറ്റജി കൊടുക്കും, അവരെ എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ
ഫിസിക്കൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടിക്ക് അല്ലെങ്കിൽ മെന്റൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടിക്ക്. ഓക്കെ, ഈ യൂണിറ്റ് പഠിക്കുമ്പോൾ ഇനി ഇതൊന്നും പഠിക്കണില്ലെങ്കിലും അഥവാ നിങ്ങൾക്ക് ഈ ഇമ്പയർമെന്റും ഇതിന്റെ ഈ സ്ട്രാറ്റജീസും ഇതൊക്കെ പഠിക്കാൻ നേരല്ല സങ്കല്പിക്കുക. ഒന്നും പഠിക്കാൻ നേരല്ല, പാസ്സായാൽ മതി സങ്കല്പിക്കുക. അങ്ങനെ മിനിമം പാസ് വേണ്ട ആൾ ചെയ്യേണ്ടത് വെച്ചാൽ 5 സെൻസിലൂടെയാണ് നമ്മൾ അറിവ് നേടുന്നതെന്ന് മനസ്സിലാക്കുക. അഥവാ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, അഥവാ കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തും രുചിച്ചൊക്കെയാണ്. അപ്പൊ അതില് രുചിക്കാൻ നമുക്ക് ഏതൊരു ലാംഗ്വേജിൽ കഴിയില്ല. അപ്പൊ നമ്മള് കാഴ്ച പരിമിതുണ്ടെങ്കിൽ കാണുക, കേൾക്കുക, തൊടുക, ദാറ്റ് മീൻസ് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ഇതിന് ഫോക്കസ് ചെയ്യുക. അപ്പൊ ഒരു കാഴ്ച ശക്തി ഉള്ള ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് ഒരു ഇമ്പയർമെന്റ് ആയി നിങ്ങളോട് പറയണത്. അവനുള്ള സ്ട്രാറ്റജിയാണ് നിങ്ങളോട് പറയാൻ പറയണതെങ്കിൽ അവന് കാണാനുള്ള പ്രയാസമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? കേൾക്കുകയും അവൻ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നു പറയാം. ഇനി കേൾവി ശക്തിയാണ് ഇല്ലാത്തതെങ്കിൽ അവന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നത് കൊടുക്കുന്നു പറയാം. അതല്ല ഫിസിക്കൽ എബിലിറ്റിയാണ്, അവന് മൂവ് ചെയ്യാൻ കഴിയില്ല, അപ്പൊ അവൻ എന്ത് ചെയ്യും? കേൾക്കാനും കാണാനും ഉള്ളത് നമ്മൾ കൊടുക്കുന്നു പറയാം. ഇങ്ങനെ വെച്ച് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഈ ഇമ്പയർമെന്റിന്റെ ഈ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യാം. ഇതിൽ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഇമ്പയർമെന്റ്സ്, ഡിഫറെന്റ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, അതിന്റെ സ്ട്രാറ്റജീസ് ഫോർ ലാംഗ്വേജ് ടീച്ചിങ് ആണ്. ഓക്കെ, ഇതാണ് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം. ദെൻ ഇതിൽ പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഒരു ചെറിയ ടോപ്പിക്കാണ്, 1 മാർക്ക് 2 മാർക്കിനൊക്കെ. ഇനിയുള്ളതൊക്കെ അങ്ങനെ ചെറിയ ടോപ്പിക്കാണ് കേട്ടോ. അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സോഷ്യലി ചലഞ്ചഡ് സ്റ്റുഡൻസ്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ ചെറിയ ചെറിയ ടേംസ് ആണ്. അഡാപ്റ്റേഷൻ, മോഡിഫിക്കേഷൻ, അക്കോമഡേഷൻ, കരിക്കുലം അഡാപ്റ്റേഷൻ, ഇതൊക്കെ ചെറിയ ടെക്നോ പെഡഗോജി, പിന്നെ ICT ഉണ്ടാവും. ഓക്കെ, ഈ ICT വരെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ 2 മാർക്ക് ടു 3 മാർക്ക് വരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എന്താണ് ടെക്നോ പെഡഗോജി? അതില് കോണ്ടന്റ്, ടെക്നോളജി, പെഡഗോജി, ഈ 3 ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോണ്ടന്റ്, ടെക്നോളജി, പെഡഗോജി, ആ 3 ടേംസ് ചേർന്നിട്ടാണ് ടെക്നോ പെഡഗോജി ഉണ്ടായിട്ടുള്ളത്. പിന്നെ കരിക്കുലം അഡാപ്റ്റേഷൻ, കരിക്കുലത്തിനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ 2 മാർക്കിനും ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. അതുപോലെ തന്നെ അഡാപ്റ്റേഷന്, മോഡിഫിക്കേഷൻ, അക്കോമഡേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ഇതൊക്കെ എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ എന്താ, ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ എന്ത് ചെയ്യണം? ഇവരെ കുറിച്ചൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ഇപ്പൊ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ഓക്കെ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുക, അങ്ങനെ ഓരോന്നും 2 മാർക്ക് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് പഠിച്ചു വെക്കേണ്ടത്. റൈറ്റ്. പിന്നെ ഇതിന് ലാസ്റ്റ് നമ്മൾ ICT ടൂൾസ് ആണ്. ICTനെ കുറിച്ച് ചോദിക്കാതെ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോകില്ല. ICTയെ കുറിച്ച് 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഒന്ന്, ICT ടൂൾസ് എന്താ നമുക്ക് അറിയണം, അത് എല്ലാവർക്കും അറിയണ്ടാവും. ഇന്റർനെറ്റും TVയും ലാപ്ടോപ്പും ക്യാമറയും അല്ലെങ്കിൽ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ബ്ലൂടൂത്തും റേഡിയോ, ഓഡിയോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാവർക്കും അറിയണ്ടാവും. പിന്നെ അതിൽ അതിന്റെ യൂസസ് ആണ്. വാട്ട് ആർ ദ ICT അല്ലെങ്കിൽ ഹൗ ക്യാൻ യു യൂസ് ICT ഇൻ യുവർ ക്ലാസ് റൂം ഫോർ മേക്കിംഗ് യുവർ ക്ലാസ് ഇഫക്റ്റീവ്. ICTന്റെ ഉപയോഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഓരോരോ ICTനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ച് ചിന്തിക്കുക, കമ്പ്യൂട്ടറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ, അത് എഴുതുക. മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിക്കുക, അത് എഴുതുക. പ്രൊജക്ടിനെ കുറിച്ച് ചിന്തിക്കുക, അത് എഴുതുക. പിന്നെ റേഡിയോനെ കുറിച്ച് ചിന്തിക്കുക, അത് എഴുതുക. ഇങ്ങനെ ഒരു 4-5 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ICT ടൂൾസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിന്റെ യൂസസും അതിന്റെ അഡ്വാൻറ്റേജുകളും എഴുതിയാൽ നിങ്ങൾക്കൊരു essay ചോദിച്ചാൽ എഴുതാൻ പറ്റും. എന്നാൽ കോമൺ ആയിട്ട് നമ്മൾ ICT ഉപയോഗങ്ങൾ എന്തൊക്കെ കോമൺ ആയി ചിന്തിച്ചാലേ നമുക്ക് 1-2 ഉപയോഗങ്ങൾ കിട്ടുള്ളൂ. ഓരോന്ന് സ്പെസിഫിക് ആയി ചിന്തിക്കുക, അതാണ് പരീക്ഷയ്ക്ക് കൂടുതൽ പോയിന്റ് കിട്ടാനുള്ള ഒരു മാർഗം. റൈറ്റ്. അപ്പം ഓരോരോ ICT ടൂൾസ് എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്. ഇപ്പോ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൽ ഓഡിയോ കേൾപ്പിച്ചു കൊടുക്കുക, വീഡിയോ കാണിച്ചു കൊടുക്കുക, ഫോട്ടോസ് കൊടുക്കുക, ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. അതുപോലെ പോർട്ടബിൾ ആണ്, കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റും, കുട്ടികൾക്ക് വന്ന് ഉപയോഗിക്കാൻ പറ്റും, അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് അതിന് പറയാൻ പറ്റും. ഇപ്പൊ റേഡിയോ ആണെങ്കിൽ അവർക്ക് ഹിയറിംഗ് എക്സ്പീരിയൻസ് ആണ്, അവർക്ക് ഓഡിയോ ഡ്രാമ, അത്തരത്തിലുള്ള എന്തെങ്കിലും ബ്രോഡ്കാസ്റ്റുകൾ, ലൈവ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, അതൊക്കെ കേൾപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ ഓരോ ഡിവൈസിന്റെയും അഡ്വാൻറ്റേജുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പിന്നെ പരീക്ഷയ്ക്ക് പോകാനുണ്ടാവുക. അഡ്വാൻറ്റേജസ് ആണ് മെയിൻ. അഥവാ എന്തിനാണ് ICT ഉപയോഗിക്കുന്നത്, അതിൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ ഉണ്ട്. കുറേ അഡ്വാൻറ്റേജ് നമുക്ക് എഴുതാൻ പറ്റും. ഏകദേശം ഒരു 10ഓളം അഡ്വാൻറ്റേജുകൾ നമ്മുടെ സ്ലൈഡിലുണ്ട്. അതിൽ ജയിച്ചാൽ മതിയെങ്കിൽ 5 അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക. A+ വേണോ 10 അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക. ദെൻ ഒരു ക്വസ്റ്റ്യനിക്ക് ഒരു പ്രാവശ്യം ഡിസഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. അഥവാ ICT ഉപയോഗിച്ച് എന്താ ഡിസഡ്വാൻറ്റേജ്? നമുക്കറിയാം, കമ്പ്യൂട്ടർ വാങ്ങണമെങ്കിൽ പൈസ വേണം, അത് കാണിക്കാൻ നല്ല റൂം വേണം, ഓവർ ക്രൗഡ് ആണെങ്കിൽ അത് പറ്റൂല,
അത് കണക്ട് ചെയ്യാം, അത് എറർ ഉണ്ടാവാം, എപ്പോൾ വേണമെങ്കിലും കേടുവരാം, കറണ്ട് ഇല്ലാത്ത അവസ്ഥ വരാം, കുട്ടികൾ മിസ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്കത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ ഉള്ള കുറെ ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ടല്ലോ. അപ്പം ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ആന്റി മൈൻഡ് എടുക്കുക. ഓക്കെ, ഞാൻ കമ്പ്യൂട്ടർ കോളേജ് സ്കൂളിൽ കൊണ്ടുപോകണില്ല, എന്നാൽ ഉപയോഗിക്കുന്ന ആളുണ്ട്, ഓൻ എന്തൊക്കെ റിസ്ക് ഉണ്ട്, ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടും. ഇത്രയാണ് യൂണിറ്റ് 3 പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഈ ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മെമ്മറിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാനും വേണമെങ്കിൽ പറ്റും. റൈറ്റ്. ആൻഡ് നമ്മൾ ഇതിന്റെ ഒരു അവസാന 4ാമത്തെ യൂണിറ്റിലേക്കൊക്കെ പോകുമ്പോൾ സ്കൂൾ റിസോഴ്സസ് എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു വോയിസ് കേൾക്കുന്നുണ്ടോ? അപ്പോ കട്ടായോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, അത് കോൾ വരുമ്പോ നെറ്റ് കട്ടാവാൻ സാധ്യതയുണ്ട്, അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്. സോ 4ാമത്തെ ഒരു യൂണിറ്റിലേക്ക് വരുമ്പോ ജസ്റ്റ് സെക്കൻഡ് ഒന്ന് പ്രസന്റ് ചെയ്യട്ടെ. ഓക്കെ, കാണുന്നില്ലേ? എക്സ്പ്ലോറിംഗ് സ്കൂൾ റിസോഴ്സ് ആണ് ഇത്. പാരഗ്രാഫ് മുതൽ എസ്എ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കണം. നമ്മൾ എസ്എ, പാരഗ്രാഫ്, എസ്എ എന്നൊക്കെ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി നമ്മൾ ലെങ്ത് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അത്രയും പോയിന്റ്സ് വെച്ച് പഠിക്കണം. ദാറ്റ് മീൻസ് എന്താണ് സ്കൂൾ റിസോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. സ്കൂൾ റിസോഴ്സ് പറഞ്ഞാൽ എന്താണ്? ഇതിന് കുറച്ച് ടേംസ് ഉണ്ട്, ആ ടേംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, സ്കൂൾ അസംബ്ലി, സ്കൂൾ ലൈബ്രറി, ക്ലാസ് ലൈബ്രറി, ഇംഗ്ലീഷ് ക്ലബ്ബ്, ഡേ സെലിബ്രേഷൻ, റീഡിംഗ് കോർണർ, ഇംഗ്ലീഷ് ഫെസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 6-8 എണ്ണം പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. ഈ 8 എണ്ണം എന്താണ്, എന്തിനാണ്, അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്താണ്, അതിന് അഥവാ എന്താണ് സ്കൂൾ അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാ അസംബ്ലി നടത്തുന്നത്, അതുപോലെ അങ്ങനെ നടത്തിയാൽ എന്താണ് ഗുണം, ലൈബ്രറി എന്താണ്, എന്തിനാണ്, ക്ലാസ് ലൈബ്രറി. ഇപ്പൊ ഈ സ്കൂൾ അസംബ്ലി നമ്മൾ സ്കൂൾ അസംബ്ലി തന്നെ പഠിക്കുക, സ്കൂൾ ലൈബ്രറിയും ക്ലാസ് ലൈബ്രറിയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരു കമ്പാരിസൺ ആയിട്ട് പഠിക്കുക. അത് ആരാണ് ഫംഗ്ഷൻ ചെയ്യുക, ആരാണ് അത് ഉപയോഗിക്കുക, എന്താണ് റൂൾസ്, ആരാണ് അത് നോക്കി നടത്തുന്നത്, എക്സ്പെൻസ് ആരാണ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇതിനോട് ചോദിച്ചാൽ 2 പഠിക്കാൻ പറ്റും. ആ ഒരു വോയിസിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഇംഗ്ലീഷ് ക്ലബ്ബ്, ഡേ സെലിബ്രേഷൻ, റീഡിംഗ് കോർണർ. അപ്പൊ ആദ്യം ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാൻ കഴിയണം. അപ്പം ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് UP ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് സ്കൂളിൽ ചെയ്യാനുള്ളതും കൂടിയാണ് കേട്ടോ. അസംബ്ലി സ്വന്തമായിട്ട് നടത്തണം, സ്കൂൾ ലൈബ്രറി പോയി വിസിറ്റ് ചെയ്യണം, ക്ലാസ് ലൈബ്രറി സെറ്റ് ചെയ്യണം, ഇംഗ്ലീഷ് ക്ലബ്ബ് പ്രൊമോട്ട് ചെയ്യണം, ഡേ സെലിബ്രേഷൻസ് നടത്തണം, റീഡിംഗ് കോർണർ സെറ്റ് ചെയ്യണം, ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തണം, ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ പോയി വിസിറ്റ് ചെയ്യണം. ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ളതാണ് ആക്ച്വലി. സോ ഇത് ഓരോന്നും ഇതെന്താണ് ആൻഡ് അത് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇതില് നമുക്കിപ്പോ ഒരു പാരഗ്രാഫായിട്ടോ ആയിട്ടൊക്കെ ആണെങ്കിൽ സ്കൂൾ റിസോഴ്സസ് ഒന്നിച്ച് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഓരോന്ന് എഴുതി അത് എന്താന്ന് എഴുതണം, അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഉപയോഗങ്ങൾ, അങ്ങനെ നമ്മൾ എഴുതി പോകണം. റൈറ്റ്. ചിലപ്പോ ഇംഗ്ലീഷ് ക്ലബിന്റെ ഒരു അഡ്വാൻറ്റേജ് മാത്രം ചോദിക്കാം. 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ചോദിക്കും. ഇപ്പൊ ഡേ സെലിബ്രേഷന്റെ ഇമ്പോർട്ടൻസ് എന്താ, റീഡിംഗ് കോർണർ സെറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താ, സ്കൂൾ ലൈബ്രറി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്ലാസ് ലൈബ്രറി എങ്ങനെ സെറ്റ് ചെയ്യാം, അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്താ, ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്. അപ്പം സ്കൂൾ റിസോഴ്സസ് എന്തെങ്കിലും ചോദിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യൂല, കടന്നു പോകില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഹൗ ഡിഡ് യു സെറ്റ് ദ ക്ലാസ് ലൈബ്രറി ഡ്യൂറിങ് യുവർ ഇന്റേൺഷിപ്പ്, ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ക്ലാസ് ലൈബ്രറി നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റ് മൊത്തം ഇതിനെ കുറിച്ചുള്ളതാണ്. നമ്മൾ എന്താണ് ഈ ഒരു സ്കൂൾ റിസോഴ്സസ്, അത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടത്, എന്താണ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇവിടെ സ്കൂൾ ലൈബ്രറി, ക്ലാസ് ലൈബ്രറി, ഇംഗ്ലീഷ് ക്ലബ്ബ്, ഡേ സെലിബ്രേഷൻ, റീഡിംഗ് കോർണർ, ഇംഗ്ലീഷ് ഫെസ്റ്റ്, പിന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ അഥവാ ICT. ഇത് ചെറിയൊരു ഭാഗമാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ആക്ച്വലി ICTന്റെ ഭാഗം തന്നെ. പിന്നെ ഇതിലുള്ള ഒരു രണ്ടാമത്തെ ഈ ഒരു യൂണിറ്റിലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ആക്കുക, ഗ്രൂപ്പിൽ പ്രവർത്തനങ്ങൾ, അങ്ങനെ തന്നെ മനസ്സിലാക്കുക. കൊളാബറേഷൻ ഇസ് ഈക്വൽ ടു ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് വർക്കിന്റെ അഡ്വാൻറ്റേജുകൾ എന്താ നമുക്ക് നിർബന്ധമായിട്ട് അറിയണം. എന്തൊക്കെ കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതിലുണ്ടോ, ഒന്ന് ഗ്രൂപ്പ് വർക്ക് ഉണ്ട്, അതിന്റെ അഡ്വാൻറ്റേജുകൾ. രണ്ട് ഡിബേറ്റ്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ്, അതിന്റെ ക്ലാസ് റൂം ആപ്ലിക്കേഷൻ എന്താണ്. പിന്നെ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്താണ്,
ഡ്രാമാറ്റൈസേഷൻ എന്താണ്, റോൾ പ്ലേ എന്തിന്, അതിന്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷന്, പ്രൊജക്ട് വർക്ക് എന്താണ്, എന്തിന് അഥവാ എങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്, സെമിനാർ, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആക്ഷൻ റിസർച്ചിന് മുമ്പ് ഇതും കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള വകുപ്പുണ്ട്. കാരണം 6-7 കൊളാബറേറ്റീവ് സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് നിങ്ങൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഈ നമ്പറുകൾ മാത്രം. ദാറ്റ് മീൻസ് ഗ്രൂപ്പ് വർക്ക്, ഡിബേറ്റ്, കോൺസെപ്റ്റ് മാപ്പിംഗ്, ഡ്രാമാറ്റൈസേഷൻ, റോൾ പ്ലേ, പ്രോജക്ട്, സെമിനാർ, ഇത് മാത്രം എഴുതിയിട്ട് അത് മാത്രം പഠിക്കുക ആദ്യം. അത് പഠിച്ചിട്ട് അതൊക്കെ എന്താണ് നിങ്ങൾക്ക് അറിയോ നോക്കുക. അത് അറിയെങ്കിൽ അത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. സെമിനാർ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലാസ്സിൽ എങ്ങനെ സെമിനാർ നടത്തുക, അല്ലെങ്കിൽ ഡ്രാമാറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലാസ്സിൽ എങ്ങനെ ഡ്രാമാറ്റൈസേഷൻ നടത്തുക, അത് നമുക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടാവണം. പിന്നെയാണ് നമ്മൾ ഇതിന്റെ പോയിന്റ്സിലേക്ക് പോകേണ്ടത്. റൈറ്റ്. അപ്പൊ എന്താണ് സെമിനാർ, അത് എങ്ങനെ അല്ലെങ്കിൽ എന്തിന്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ എന്താ, ഇങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ ഇതിന് ഓരോന്നിനെ കുറിച്ച് നമുക്ക് അറിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം പിന്നെ ഈ 2 ടോപ്പിക്കിന് അഥവാ സ്കൂൾ റിസോഴ്സസും കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസും ഏതെങ്കിലും 4 പഠിക്കുക 5 പഠിക്കുക ഞാൻ പറയില്ല. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് അതിനെ കുറിച്ച് ചോദിക്കാം. അപ്പം നമുക്ക് ഇതിൽ 7 5 അറിഞ്ഞാൽ പോരാ, 7 എന്താന്ന് അറിയണം, അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് അറിയണം. റൈറ്റ്. അവിടെ ജസ്റ്റ് പാസ് ആവണമെങ്കിലും ആ 7 അറിയണം, A+ വാങ്ങണമെങ്കിലും ആ 7 പഠിക്കണം. അത് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റൈറ്റ്. പിന്നെ ആക്ഷൻ റിസർച്ച് ആണ്. ആക്ഷൻ റിസർച്ച് ഒരിക്കലും നിങ്ങളോട് എഴുതാൻ പറയില്ല. റൈറ്റ്. ആക്ഷൻ റിസർച്ചിന്റെ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പുകൾ കാണാൻ പഠിക്കുക. ഐഡന്റിഫിക്കേഷൻ, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ്, കൺക്ലൂഷൻ. ഈ സ്റ്റെപ്പുകൾ കാണാതെ പഠിച്ചിട്ട് വേണം ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് പഠിക്കാൻ. ആക്ഷൻ റിസർച്ച് ക്വസ്റ്റ്യൻ വരെ എങ്ങനെ വെച്ചാൽ എന്താണ് ആക്ഷൻ റിസർച്ച്, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ ഒരു ആക്ഷൻ റിസർച്ച് റിപ്പോർട്ട് എങ്ങനെയായിരുന്നു. അപ്പൊ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നടത്തിയ ആക്ഷൻ റിസർച്ച് റിപ്പോർട്ട് നമ്മൾ എഴുതണം. സോ ആക്ഷൻ റിസർച്ച് എന്താണ്, അത് എന്തിനാണ്, ക്ലാസ് റൂമിൽ എന്തിനാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്, കുട്ടികൾക്ക് എന്താണ് അഡ്വാൻറ്റേജ്, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് പഠിക്കണം. അതൊക്കെ നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ പറയും. റൈറ്റ്. അപ്പൊ ഈ ഒരു യൂണിറ്റ് കുറച്ച് അധികം ലെങ്തി ആയിട്ട് പഠിക്കാണ്ട്. സോ മൈൻഡ് ഇറ്റ്. ദെൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ്. ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ്. ഇതിന്റെ പ്രത്യേകത ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ല, പക്ഷേ സിലബസിൽ ഉണ്ട്. അപ്പം ഇതിലുള്ള 9 ഇന്റലിജൻസിനാണ് ആദ്യം പഠിക്കേണ്ടത്. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്, വിഷ്വൽ ഓർ സ്പേഷ്യൽ, ബോഡിലി ഓർ കിനസ്തെറ്റിക്, മ്യൂസിക്കൽ, റിതമിക്. അപ്പൊ ഇതിലെ ഇതുവരെ എസ് ആയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, വേണമെങ്കിൽ എസ് ആയിട്ട് ചോദിക്കാം. ഇതിൽ സാധാരണ എങ്ങനെ വെച്ചാൽ അപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. അഥവാ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ആക്ടിവിറ്റി കൊടുക്കും, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ലോജിക്കൽ ഒരു മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും, അതല്ലെങ്കിൽ ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസിൽ കുട്ടിനെ എങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ഈ രൂപത്തിലാണ് ഇതിന് ക്വസ്റ്റ്യൻ വരിക. അപ്പം ഈ 9 ഇന്റലിജൻസും എന്താണെന്ന് അറിയണം, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്ന് അറിയണം, അതുപോലെ ഇത് കുട്ടിയിൽ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് സ്ട്രാറ്റജി കൊടുക്കാൻ പറ്റും, ഇത്രയും ഇതിൽ അറിയേണ്ടതുണ്ട്. റൈറ്റ്. അപ്പം ഇതിനും ഓപ്ഷൻ ഇല്ല. 9 ഇന്റലിജൻസ് നമുക്ക് അറിയണം, അതിന്റെ പിന്നെ എന്താണ് ഫീച്ചർ എന്ന് അറിയണം, അത് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക എന്നറിയണം, കുട്ടിയിൽ അത് ഉണ്ടോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക എന്നും അറിയണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതിൽ ഓരോ ഇന്റലിജൻസും കൃത്യമായിട്ട് അതിന്റെ ഇത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ട് ചെയ്ത ഒരു പിന്നെ PPT ആണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനൊന്നുമില്ല. ജസ്റ്റ് എന്താണ് ആ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, അത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക. ഇത്രയും ഈ 3 കാര്യങ്ങൾ ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ നമ്മൾ പഠിക്കുക. ഓക്കെ. ഈ ഒരു 9 ഇന്റലിജൻസുകൾ നമ്മൾ അങ്ങനെ പഠിക്കണം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു 3rd സെമസ്റ്റർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 60% ഈ ഒരു ഭാഗമല്ല, സെക്കൻഡ് സെമസ്റ്ററിന്റെ 3rd and 4th കൂടി ഉണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഓക്കെ. ഇത്രയാണെങ്കിൽ ഈ ഒരു ആഴ്ച കൊണ്ട് പഠിക്കാനുള്ളത്, ഈ ഒരു 5-6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇത് പഠിക്കാതെ അടുത്ത വെള്ളി ആകരുത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത്രയും പഠിക്കാതെ അടുത്ത വെള്ളി ആവരുത്. അടുത്ത വെള്ളി ആകുമ്പോഴേക്ക് ഇത് എന്തായാലും പഠിച്ചിരിക്കും. അപ്പൊ ഇൻ കേസ് ആർക്കെങ്കിലും ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെയും നാളത്തെയും കൂടി കവർ ചെയ്യണം. ഒരിക്കലും ബാക്കിലിടരുത്, ബാക്കപ്പ് ആക്കി വെക്കരുത്.
ഒന്നാം തവണ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറക്കൂല. ദാറ്റ് മീൻസ് ഫുള്ളി മറക്കൂല. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു വിചാരം ഉണ്ടാവും, ഇപ്പൊ ഇന്ന് 2-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി ആയിട്ടുള്ളൂ, പരീക്ഷ 30-ാം തീയതി അല്ലേ, അപ്പോഴേക്ക് മറക്കുമോ എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു പ്രാവശ്യം നിങ്ങൾ പഠിച്ചു വെച്ചാല് അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. പിന്നെ ബന്ധം പുതുക്കിയാൽ മാത്രം മതി. അത് നമ്മൾ വീണ്ടും കൺസോൾട്ടേഷൻ, നമ്മളിപ്പോ ഒരു ഏകദേശം ഒരു കൺസോൾട്ടേഷൻ പോലെ തന്നത്, ഇത് നമുക്ക് ഇതേപോലെ ഇതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൺസോൾട്ടേഷൻ വീണ്ടും തരാം വിത്ത് ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കൺസോൾട്ടേഷൻ ഒക്കെ ചെയ്യും. റൈറ്റ്. സോ എല്ലാവരും മാക്സിമം എഫേർട്ട് എടുക്കാൻ തയ്യാറാവുക. ഈ ഒരു മാസം നിങ്ങൾ ഒന്ന് കടഞ്ഞ് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് UP-യിൽ നല്ല പ്രാക്ടീസും കിട്ടും, എക്സ്പീരിയൻസ് കിട്ടും, കേട്ടിട്ടും കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷ A+ ഓടുകൂടി മാർക്കിൽ പാസ്സാവാനും പറ്റും. സോ അതിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ മാക്സിമം എന്റെ ഭാഗത്ത് നിന്ന് വേണ്ടതൊക്കെ നമ്മുടെ ഭാഗത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഡെഡിക്കേഷനും നിർബന്ധമായിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് പിന്നാലെ തന്നെ ഉണ്ടാവും. പിന്നെ സംബന്ധിച്ച് 50+50 അല്ലെങ്കിൽ 55+55 ഒരു 110 പേരെ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ പറയും കൊടുത്ത് ഈ ക്ലാസ് കേട്ട ആളുകൾ ഒന്ന് ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ പറയും. ആ ലൈക്ക് ചെയ്യണം. റൈറ്റ്. നമ്മൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തിട്ട് ആരാണ് തീരെ നോക്കാത്തത്, മൈൻഡ് ആക്കാത്തത് എന്നുള്ള സംഭവം നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ തീരെ വരാത്ത ആളുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക ചെയ്യും. നിങ്ങൾ തീരെ മൈൻഡ് ആക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, ഇപ്പോൾ ക്രാഷ് കോഴ്സിലുള്ള ആളുകളാണെങ്കിലും ഇപ്പൊ നിങ്ങൾ പൈസ തന്നിട്ട് ചെയ്തൊരു കോഴ്സിന് നമ്മൾ നിങ്ങൾ റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളും നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഈ മെസ്സേജ് കാണാത്ത ആളുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ റിമൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പം പിന്നെ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇടുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്പിരിറ്റ് ചോരാതെ നമുക്ക് എന്ത് ചെയ്യണം, ലെറ്റ്സ് ഗോ ടുഗദർ, ലെറ്റ്സ് സ്റ്റഡി ടുഗദർ, ലെറ്റ്സ് ഗ്രോ ടുഗദർ. റൈറ്റ്. അപ്പം ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഇംഗ്ലീഷിന്റെ ടീം എഴുതാനുള്ള ഹെൽപ്പുകൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് അത് ചെയ്യാം. എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, ഒരുപാട് എഫേർട്ട് ടീച്ചിങ് പ്രാക്ടീസിൽ ഇടാതെ, ദാറ്റ് മീൻസ് ഒരു ആവറേജ് എഫേർട്ട് ടീച്ചിങ് പ്രാക്ടീസിൽ കൊടുത്ത് ബാക്കി ആവറേജ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി എനിക്കും തരികയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് 24 മണിക്കൂറത്തെ അരമണിക്കൂറാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അരമണിക്കൂർ നിങ്ങൾ സ്വസ്ഥമായി ഈ ഒരു ഇതിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പോകും എന്നുള്ളൊരു ഉറപ്പ് തരികയാണ്. അപ്പോൾ ഈ ഒരു സെഷൻ എത്രയാണുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. അത് കഴിഞ്ഞ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. കാരണം നിങ്ങൾ അത്രയും തിരക്കാണ്, നിങ്ങളുടെ ഓരോ മിനിറ്റും വാല്യുബിൾ ആണ് എന്ന് എനിക്കറിയാം. പിന്നെ അതുകൊണ്ട് വലിച്ചു നീട്ടുന്നില്ല. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, പേഴ്സണൽ ചോദിക്കാം. സോ ഐ വിൽ ക്ലിയർ ഓൾ ദി ഡൗട്ട്സ്. ഇത് നിങ്ങളുടെ സമയമാണ്. നോട്ട്സ് ആരോ ചോദിച്ചു. നോട്ട്സ് നമ്മൾ ഓരോരോ യൂണിറ്റ് തുടങ്ങുമ്പോൾ അതിന് നോട്ട്സ് തരും, അതിന്റെ ക്ലാസ് തരും. അതിനനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. റൈറ്റ്. അപ്പൊ അതൊക്കെ ആ സമയത്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ക്രാഷ് കോഴ്സിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നത്, നമ്മൾ ഗ്രൂപ്പിൽ തരുന്ന വോയിസ് അല്ലെങ്കിൽ ക്ലാസ്സസ്, നോട്ട്സ് അത് ഒരു കാരണവശാലും പുറത്തൊരാൾക്ക് ഷെയർ ചെയ്യരുത്. അത് എൻ്റെ ഒരു വലിയ എഫേർട്ടാണ്, നിങ്ങളുടെയും ഒരു എഫേർട്ടാണ്. അത്രയും വാല്യൂ ഉള്ള ഒരു സാധനമാണ്. റൈറ്റ്. നിങ്ങളൊരു ഫീ ഒക്കെ അടച്ച് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളത് വേറൊരാൾക്ക് അത് ഫ്രീ ആയി കൊടുക്കുമ്പോൾ അത് ഒന്ന് ചീറ്റിംഗ് ആണ്, ഭയങ്കരമായ ചീറ്റിംഗ് ആണ്. അപ്പം അങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു മാർക്ക് നേടുമ്പോൾ അതിനൊരിക്കലും വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അതൊരു പൊരുത്തമില്ലാത്ത മാർക്ക് ഇരിക്കും. അത്തരം മാർക്ക് വേണ്ടെന്ന് എല്ലാവരും തീരുമാനിക്കാം. വേണ്ട ആളുകൾ ജോയിൻ ചെയ്യട്ടെ, അവരെന്ത് ചെയ്യട്ടെ, അങ്ങനെ തന്നെ പഠിക്കട്ടെ. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങളുടെ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനാണ്. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ, ഡൗട്ട് ഇല്ലാത്ത ആളുകൾക്ക് ലീവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലാസ് നമ്മളത് ഇവിടെ ഒഫീഷ്യലി ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇന്നത്തെ ക്ലാസ്സിന്റെ PPT അയച്ചു തരുമോ? തീർച്ചയായിട്ടും. ഇത് തന്നെയാണ് എനിക്ക് പഠിക്കാനുള്ള PPT കേട്ടോ. ഞാൻ അതാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിന് കയറാൻ പറ്റിയില്ലെങ്കിൽ ഈ ക്ലാസ് റെക്കോർഡറാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സംസാരിച്ചു കൊടുക്കുന്ന റെക്കോർഡറാണ്. ഇത് ഞാൻ യൂട്യൂബിലേക്ക് കേട്ടിട്ട് ലിങ്ക് അയച്ചുതരാം. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റെന്തെങ്കിലും ഡൗട്ട്? പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ആളുകൾ എന്താ പറയുക, നമ്മളങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനേ. ഇപ്പൊ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി തന്ന് ഇന്ന ദിവസം ഇത് പഠിക്കണം കേട്ടോ, ഇത് ക്ലാസ് തേക്കണം കേട്ടോ, നോട്ട്സ് തേക്കണം, അത് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ പഠിച്ചു പോകും. അല്ലെങ്കിൽ നാളെ ആവാം, ഇനിയിപ്പോ 25 ദിവസം ഉണ്ടല്ലോ,
ഇനി 20 ദിവസം ഉണ്ടല്ലോ, ഇനി നമ്മൾ പഠിക്കാതിരിക്കാനുള്ള കാരണം ഇങ്ങനെ കണ്ടെത്തി കൊടുക്കും. പറ്റിയതങ്ങനല്ല, നമ്മളിങ്ങനെ നിർബന്ധിക്കുകയാണ്, പഠിച്ചോ അത് ക്ലാസ് ഇതാക്കണ്, എല്ലാവരും പഠിച്ചോ കണ്ടോ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ സമയം ഉണ്ടാക്കി പോകും. റൈറ്റ്. അപ്പം നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് തള്ളാൻ ഒരു സ്കഫോൾഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എന്തായാലും നമുക്കത് ഒരു അഡ്വാൻറ്റേജ് ആണ്, ബ്ലെസ്സിങ് ആണ്. അപ്പം മാക്സിമം ആളുകളടുത്ത് ഇങ്ങനെ ഉണ്ട് അഡ്മിഷൻ എടുത്ത് ഷെയർ ചെയ്യാനൊക്കെ. ദാറ്റ് മീൻസ് ഇത് നമ്മുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട്, ഫാമിലിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. ബാക്കിയൊന്നും ഡൗട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓരോ ചാപ്റ്ററിന്റെ വോയിസ് ക്ലാസ് കിട്ടൂലേ സാറേ? ഓരോ ടോപ്പിക്കിന്റെയും കിട്ടും. ഓക്കെ, എന്നാ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു പുതിയ വർഷമാണ്, പിന്നെ എല്ലാവർക്കും നല്ല ഒരു ഭാവി, നല്ല എക്സ്പീരിയൻസസ് ഒക്കെ നേരാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.